നമസ്കാരം. മലയാള സിനിമ ഇപ്പോൾ പുതിയ താരങ്ങളുടെ ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മലയാള സിനിമയുടെ പുതിയ ഇറങ്ങുന്ന ഓരോ സിനിമയും പരിശോധിച്ചാൽ അവയിൽ ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുക പുതിയ നടന്മാരാണ്. നവാഗത നടന്മാരുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നല്ലൊരു പുതുമുഖ നടനെയാണ് ഈ നിമിഷം പങ്കുവയ്ക്കുന്നത് ബാജിയോ. അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ തീർത്തും വ്യത്യസ്തനാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അനുഭവങ്ങളും സിനിമയും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് അറിയാം. നമസ്കാരം ബാജി. നമസ്കാരം. ആദ്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വ്യത്യസ്തമായൊരു പേരാണ് ബാജിയോ. ആ പേരിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി അതൊരു പഴയ ഇറ്റാലിയൻ പ്ലെയറിൻ്റെ നെയിമാണ്. അന്നത്തെ ഒരു 90s ഒരു സ്റ്റാർ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു റോബർട്ടോ ബാജിയോ എന്ന് പറഞ്ഞിട്ട്. സോ എൻ്റെ പപ്പയുടെ ഒരു 4 ബ്രദേഴ്സ് ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഫുട്ബോൾ ഫാൻസ് ആയിരുന്നു. സോ അങ്ങനെ വീണൊരു പേരാണ് ബാജിയോ. ബാജിയോയുടെ ഈ പുതിയ സിനിമ അഭിനയം അല്ലെങ്കിൽ രംഗം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കണ അശ്വതി എന്ന് പറഞ്ഞിട്ട്. അപ്പം അവളാണ് എന്നെ മൂവിയിലേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് പെയറായിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. സോ പുള്ളിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഇവർ പ്രൊഡക്ഷനിൽ ടീം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവൾ എന്നെ റെഫർ ചെയ്തായിരുന്നു. ഞാൻ വന്നു. അപ്പം ഞാൻ മുന്നേ ചെയ്ത വർക്കുകളുണ്ട് കുറച്ച്. അപ്പം അത് കണ്ടപ്പം അവർ ഇമ്പ്രസ്ഡ് ആയിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുന്നത്. ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ്? ക്യാരക്ടർ സ്വഭാവവും മറ്റും? ക്യാരക്ടർ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. വില്ലനായിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ് ഞാൻ ആദ്യമായിട്ട്. കാരണം ഞാൻ വില്ലൻ റോൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഒരു വില്ലൻ ആയിട്ടുള്ളൊരു റോൾ ചെയ്യുന്നത്. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ക്രൂവും എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അത് കാരണം കൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. കംഫർട്ടബിൾ ആയിരുന്നു? തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആയിരുന്നു. കാരണം എല്ലാവരും അത്യാവശ്യം നല്ലൊരു ക്രൂ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് അങ്ങനെ വേറെ നമ്മളെ കൊണ്ടാണെങ്കിലും അവരെ കൊണ്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇതുവരെ സെറ്റിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആകെ കുറച്ച് ദിവസത്തെ സ്കെഡ്യൂളുണ്ടായിരുന്നു. രണ്ട് സ്കെഡ്യൂളായിട്ട് കുറച്ച് ദിവസത്തെ ഷൂട്ടേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്ന ടൈമൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ടീമായിരുന്നു. ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും പുള്ളി ഓൾമോസ്റ്റ് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഇപ്പം നമുക്ക് എന്താ പറയുക, എന്തും പുള്ളിയുടെ അടുത്ത് പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ട് നമുക്ക്. ഇപ്പോഴാണെങ്കിലും സംസാരിക്കാൻ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചാൽ ഇപ്പോൾ ഭൂരിഭാഗം ഡയറക്ടേഴ്സ് ചിലപ്പോൾ ആൾക്കാർ കണ്ടിട്ടില്ല ഒരു ഇച്ചിരി മാറി നിൽക്കുന്ന ഒരു ടൈപ്പായിരിക്കും. പുള്ളിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്കെന്തും ഇപ്പം ക്യാരക്ടറിനെ പറ്റിയാണെന്നുണ്ടെങ്കിലും അല്ലാതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഫ്രീഡായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പുള്ളിയാണ്. ക്യാരക്ടർ ഉൾക്കൊള്ളാനായിട്ട് സമയമെടുത്തു? ആക്ച്വലി കുറച്ച്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത്. സോ അത് എന്താ പറയുക, അതിലേക്ക് എത്താൻ കുറച്ച്, കാരണം നമ്മൾ നായകനായിട്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എഫേർട്ട് കൊടുക്കണമല്ലോ വില്ലനായിട്ട് പോകുമ്പോൾ. അപ്പം അതിൻ്റേതായ കുറച്ച് ഉണ്ടായിരുന്നു. ഭയങ്കരമല്ല ഞാൻ പറയുന്നത്, കാരണം ഞാനൊരു പുതുമുഖ നടനാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഫസ്റ്റിൽ തന്നെ വന്നിട്ട് നമ്മൾ തകർത്തഭിനയിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ പറ്റുന്ന പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ കണ്ട ഒരു അഭിപ്രായം പറയട്ടെ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സീരിയലുകളിൽ അഭിനയിക്കുക, സിനിമാ രംഗത്തേക്ക് പിന്നീട് കിടക്കുക. എന്നാൽ താങ്കളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് സിനിമയ്ക്കൊപ്പം സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ 24 ചാനലിൽ നല്ലൊരു ത്രൂ ഔട്ട് നല്ലൊരു നായകനായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ റെഫർ ചെയ്തിട്ടാണ് എനിക്ക് അവിടേക്ക് കണക്റ്റ് ആവുന്നത്. സോ അവിടെ ചെന്ന് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ ഉണ്ടായെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ലൈക്ക് എന്നെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്യുന്നു. അപ്പോൾ ഒരു കൺട്രോളർ ഒരു പയ്യൻ അക്കു എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പയ്യനാണ്. പുള്ളിക്കാരന് കോൺടാക്ട് എടുത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡയറക്ടർ ഒന്ന് ജസ്റ്റ് കാണണം, ഒന്ന് മീറ്റ് ചെയ്തിട്ട് പോവാം, എന്നിട്ട് നമുക്ക് പറയാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഞാൻ ചെന്ന് ഉണ്ണിച്ചേട്ടനാണ്, അതായത് നമ്മുടെ തട്ടിമുട്ടിയും ഒക്കെ ചെയ്തില്ല, ആ പുള്ളിയാണ് ഡയറക്ടർ. അപ്പോൾ പുള്ളിക്കാരനെ ചെന്നപ്പം പുള്ളി ഓൾറെഡി അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലാണ് ഷൂട്ട്. സിങ് സൗണ്ടാണ്, നമുക്ക് ഡബ്ബൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ഫുൾ സൈലൻ്റാണ്. അപ്പോൾ പുള്ളിനെ കാണുമ്പോൾ തന്നെ പുള്ളി ഫുള്ള് താടിയൊക്കെ ആയിട്ട് എനിക്ക് സത്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായിരുന്നു. സോ പുള്ളിനെ ചെന്ന് പുള്ളിയാണെങ്കിൽ ഷോട്ടിലൊക്കെ അത്യാവശ്യം മീൻസ് ഷോട്ട് ചെയ്തില്ലെങ്കിൽ പുള്ളിക്ക് നല്ല ദേഷ്യം വരും, പെട്ടെന്ന് ചീത്തൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. അങ്ങനെ ചെന്ന് പുള്ളി എന്നെ കണ്ടു കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വേറൊരു പയ്യൻ. അവനെ ഞാൻ അവിടെ വെച്ചാൽ കാണുന്നത്, പക്ഷേ അവൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത്, വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ പുള്ളീനെ പരിചയപ്പെട്ട് പുള്ളി പറഞ്ഞു, മറ്റവനോട് പറഞ്ഞു പുള്ളി കുറച്ചുകൂടി ഫിഗറും കുറച്ച് ആയിട്ടുള്ള ഒരാളെയാണ് ഉദ്ദേശിച്ചത്. അവനെ ഓക്കെ ആയില്ല എന്നിട്ട് അവൻ വിട്ടു. എന്നെയും പരിചയപ്പെട്ടിട്ടാണ് എനിക്ക് സെറ്റാവുമെന്ന് തോന്നുന്നുള്ളതാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പരിപാടി തീർന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറേ എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാനപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് നീ നിൽക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഒന്നുമില്ല സാറേ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കൊരു സാധനം തന്നു, ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അത് ചെയ്തു നോക്കി, ഇപ്പോൾ ആ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാനേ തന്നെ ഇപ്പം എന്തുണ്ടായി ആ ഒരു സീനിലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് അതിൻ്റെ അകത്ത് കയറിപ്പോയൊരു രീതിയായിരുന്നു. പിന്നെ ആ സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സാധാരണ ഒരു കണ്ണീർ സീരിയൽ പോലത്തെ ഒരു സംഭവമല്ല. സാധാരണ സീരിയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ ഷൂട്ട് ചെയ്ത് സെപ്പറേറ്റ് ഡബ്ബൊക്കെയാണല്ലോ കൊടുക്കുന്നത്. ഇത് ഈ സിങ് സൗണ്ട് ആയതുകൊണ്ടും പിന്നെ നമുക്ക് ഒരു നാച്ചുറൽ സാധനമാണ്. ഭയങ്കര മറ്റു സീരിയലുകൾ പോലെ അച്ചടി ഭാഷ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് അല്ല. നമുക്ക് നമ്മുടെ സ്ലാങ്ങിൽ നമ്മുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പെർഫോം ചെയ്യാം. അങ്ങനത്തെ ഒരു ഇതാണ്. അതെ, ഒരു നോർമൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഒന്നും പോകുന്നില്ല, ആ ഒരു രീതിക്ക് തന്നെയാണ് ആ സാധനം പോകുന്നത്. പുള്ളിക്കാണെങ്കിൽ അത് തന്നെയാണ് വേണ്ടതും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സിനിമയിൽ നിന്നൊരു ഡിഫറൻസ് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇമോഷൻസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പറ്റും. ഇപ്പം വിഷമിച്ചിട്ട് ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒച്ചത്തിൽ പറയത്തില്ലല്ലോ. പക്ഷെ അവിടെ സിങ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് വിഷമമാണെന്നുണ്ടെങ്കിൽ പോലും ആ സൗണ്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൗണ്ട് എടുത്ത് നമ്മൾ പറയണം. ആ ഒരു വേരിയേഷൻ ഉണ്ട്. അതല്ലാണ്ട് ഒക്കെ നോർമലി കാരണം 3 ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്യണേ, ഒറ്റ ഷോട്ടിൽ തന്നെ അങ്ങ് പൊക്കോളും എല്ലാം. പിന്നെ മറ്റേ പ്രോംപ്റ്റിങ് അങ്ങനത്തെ പരിപാടിയൊന്നും വലിയ കാര്യമായിട്ടില്ല. അത്യാവശ്യം വന്ന ഭയങ്കര ലെങ്ത്തുള്ള ഡയലോഗ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ക്യാപിറ്റലുള്ള പ്രോംപ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പിന്നെ കുഴപ്പമില്ലാത്തൊരു വർക്കാണ്. അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അതിനാണോ സിനിമയ്ക്കാണോ കൂടുതൽ ആരാധകരുള്ളത്? അതിപ്പം സ്റ്റാർട്ട് ചെയ്ത സീരിയലാണ്, അതുകൊണ്ട് അതിങ്ങനെ ആയി വരണേ ഉള്ളൂ. പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സൈഡിൽ കൂടെ. എന്നിരുന്നാൽ പോലും അത് ഒരു 25 എപ്പിസോഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം അതിങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹോം എന്നാണ് പേര്. 7 മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഒക്കെ എവിടെയൊക്കെ ആയിരുന്നു? എനിക്ക് രണ്ടും ഇവിടെ എറണാകുളം തന്നെയായിരുന്നു. രണ്ട് വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞില്ല 2 ഷെഡ്യൂളായിരുന്നു. രണ്ടും 2 വീട്ടിലായിട്ടായിരുന്നു വന്നിരുന്നത്. എറണാകുളം ഇവിടെ അടുത്ത് തന്നെ വെണ്ണല സൈഡും ആയിരുന്നു ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നത്. മറ്റു പുതിയ സിനിമകൾ ഏതൊക്കെയാണ് വരാൻ പോകുന്നത്? ഇനിയിപ്പം റിലീസ് വരുന്നത് ഒന്നൊരു ലവ് ഡെയിൽ എന്ന് പറഞ്ഞ പടമാണ്. അത് നമ്മളൊരു 8 ലാംഗ്വേജിൽ ഡബ്ബൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനത് നായകനായിട്ട് ചെയ്ത പടമാണ്. അത്യാവശ്യം ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. കുറച്ച് ത്രില്ലർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളെ കുറച്ച് പിടിച്ചിരുത്തുന്ന ഒരു സാധനമാണ്. നെക്സ്റ്റ് എന്ത് സംഭവിക്കുന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊടുക്കുന്നൊരു പടമാണ്. ഒരു ട്രാവലും കൺസെപ്റ്റൊക്കെ തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ 7 പേരാണ് മൊത്തം അതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്നത്. മെയിൻ ലീഡ് ഞാനാണ് ചെയ്തേക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. കുറച്ച് മോഡൽസിനായിട്ടൊരു ഫോട്ടോഷൂട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. പിന്നെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് എന്ന് പറയാമോ? അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ബംഗാളി, ഭോജ്പൂരി. നമ്മൾ ആക്ച്വലി ഒരു സ്പാനിഷും കൂടി ചെറിയൊരു ഡബ് പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ നെതർലാൻഡ്സിലുള്ളൊരു ആളാണ്. സോ പുള്ളിക്ക് സ്പാനിഷ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക ആമസോണിലാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ വേറൊരു OTT പ്ലാറ്റ്ഫോം വന്നപ്പം നമ്മളിങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം അത് ഫൈനലായിട്ട് നമ്മളത് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും സ്പാനിഷിലും കൂടി ഡബ് ചെയ്യണമെന്ന്. ആളുടെ പ്ലാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പ്രൊഡ്യൂസറും ഡയറക്ടറും അവർ പഴയ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. സോ അവരുടെ ഒരു പ്ലാനാണ് ഈ ലാംഗ്വേജസ് ഡബ് ചെയ്യാന്നുള്ളത്. സോ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അതും ഈ മൂവിയോടൊപ്പം തന്നെ ഏകദേശം റിലീസ് ഉണ്ടാവും. അപ്പോൾ ഇരട്ടി മധുരമാണ്. തീർച്ചയായിട്ടും അടുത്ത് തന്നെ റിലീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. 2 പടം അടുത്തായിട്ട് റിലീസ് വരാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ലൈഫിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യാവുകയും ചെയ്യും. തീർച്ചയായിട്ടും. കാരണം ഞാൻ നിയർലി ഒരു 10 years ആയിട്ട് ഈ ഫിലിമിന് പാഷനായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഇപ്പം മൊത്തം ഒരു 8 പടം കഴിഞ്ഞിരിപ്പുണ്ട്. അതിൽ ഒരു 3 റിലീസായി. അതിൽ 2 ക്യാരക്ടറാണ്. ഈ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞ പടമാണ് ഞാൻ ലീഡ് ചെയ്ത പടം. നമ്മുടെ ഇന്ദ്രൻ ചേട്ടനായിട്ട് ചെയ്തെന്ന് പറഞ്ഞ പടം. ഈ വർക്ക് ചെയ്ത ഈ അവസരത്തിൽ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയ ഒരു നടൻ ആരാണ്? സീനിയർ നടൻ എന്തുകൊണ്ടാണ്? ഓഫ് കോഴ്സ് ഇന്ദ്രൻ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്ത് ഇപ്പം വിത്തിൻ സെക്കൻഡ്സിൽ വർക്ക് ചെയ്തപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് കംഫർട്ടബിൾ കിട്ടുന്ന പോലെ ഒരാളുടെ അടുത്ത് വേറെ ഉറപ്പായിട്ടും കിട്ടില്ല. കാരണം പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പുള്ളി സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ ഇപ്പം ഞാനും താങ്കളും പുള്ളി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര രസമാണ് പുള്ളിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. അത് ഇന്ന കാരണമൊന്നുമില്ല, എന്തെങ്കിലും ഒരു സ്റ്റോറി വരും പുള്ളിയുടെ കയ്യിൽ നിന്ന്. അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടർ. ഈവൻ അലഞ്ചേട്ടനാണെന്നുണ്ടെങ്കിലും ആള് നമ്മൾ പുറമേന്ന് കേൾക്കുന്ന പോലെ ഒന്നുമല്ല. പുള്ളി ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഈവൻ ഞങ്ങൾ ആക്ട് ചെയ്ത് തരുന്ന സമയത്താണെങ്കിലും പല സ്ഥലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോഴൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ് അലഞ്ചേട്ടൻ. അതുപോലെ സുധീരേട്ടനും അതെ, അത്യാവശ്യം നല്ല കമ്പനിയുള്ളൊരു പുള്ളിയായിരുന്നു. ആ സെറ്റ് അത്യാവശ്യം കുഴപ്പമുണ്ടാകുന്നില്ല, നല്ലൊരു ടീമായിരുന്നു.
നമ്മൾ തിരിച്ച് ടെലിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എവിടെ നോക്കിയാലും ഇപ്പോൾ എന്താ പറയുക മെഗാ ഷോകളുടെയും അതുപോലെ തന്നെ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളുടെ ഒരു കാലഘട്ടമാണ്. ബിഗ് ബോസ് തന്നെ ഇപ്പോൾ ഒരു 4-5 സീരീസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇത്തരം പ്രോഗ്രാമുകളെ കുറിച്ചുള്ളൊരു ആദ്യകാലങ്ങളിൽ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ അഭിനയിക്കുന്നവർക്കും മത്സരാർത്ഥികൾക്കുമൊക്കെ തന്നെ ആദ്യകാലങ്ങളിൽ ഭയങ്കര ഉത്തരവാദിത്ത ബോധവും താല്പര്യവും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് ഈ ഷോകളുടെ ദീപവും വ്യാപവും ഒക്കെ മാറി വന്നിരിക്കും. ഇപ്പൊ ഇടയ്ക്ക് നിർത്തി വെക്കേണ്ട അവസരത്തിൽ തന്നെ പല ഷോകൾ മാറും. അതിനെക്കുറിച്ച് എന്താണ് അതിന്റെ രീതി? ആക്ച്വലി ടു ബി ഫ്രാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ TV ചാനലിലെ പരിപാടികൾ കാണൽ കുറച്ച് കുറവാണ്. കാരണം ഓൾറെഡി എൻ്റെ ഓട്ടം അങ്ങനത്തെ അതിന് ഇരുന്ന് കാണാൻ പറ്റിയൊരു സമയത്തിനുള്ളൊരു ടൈം എനിക്ക് കിട്ടാറില്ല. സോ ചാനൽ പ്രോഗ്രാംസ് കാണൽ സത്യം പറഞ്ഞാൽ വളരെ റെയറാണ്. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിനിമ കാണാനാണ്. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമയാണ്. കാരണം നമ്മൾ സിനിമ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. കാരണം ഒരു സിനിമയിൽ നിന്നും ഓരോരുത്തർ ചെയ്യുന്ന ക്യാരക്ടറിൽ നിന്നും നമുക്ക് കുറേ പഠിക്കാൻ കിട്ടും. ഒരു ആർട്ടിസ്റ്റിന് ആക്ച്വലി വേണ്ട ഒബ്സർവേഷൻ ആണല്ലോ. നമുക്ക് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക. അതുപോലെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്, ഒരു രീതി അങ്ങനെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയാൻ പറ്റിയ ഒരാളല്ല ഞാൻ സത്യം. ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്ക സിനിമകളും തന്നെ. അതിലെല്ലാത്തിലും ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നവാഗതരായിട്ടുള്ള സിനിമാ നടന്മാരുടെ ഒരു കുത്തൊഴുക്ക്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ വളരെ വലുതാണ് ഈ അവസരത്തിൽ. തീർച്ചയായും ആ ഒരു ടെൻഡൻസിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പം OTT-നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ OTT-ൽ ഒരുപാട് ചെറിയ സിനിമകൾ കയറുന്നുണ്ട്. അത് ചിലപ്പം പല സാധനങ്ങളും നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. ഒരുപാട് പേര് OTT ത്രൂ കണക്റ്റായി കയറി വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് എവിടെ പോയി മുട്ടണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തൊരു സമയമാണ്. സോ നമുക്ക് കിട്ടുന്ന ഒരു ഓഡീഷൻ അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആരെ കണ്ടാലും നമ്മളൊരു അവസരം ചോദിക്കുക എന്നേ നമുക്ക് ഒരു ഓപ്ഷനുള്ളൂ. അതിൽ നല്ലതുണ്ടാവാം, മോശം ഉണ്ടാവാം. എനിക്ക് നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, മോശം എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾക്കാർ ഈ പേരും പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, ആൾക്കാരെ പറ്റിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിക്ക്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് അറിയത്തില്ല ഒരു ഫിലിമിൻ്റെ പ്രോസസ്സ് എന്താണെന്ന്. കാരണം പിന്നീട് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 8 പടം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 8 പടത്തിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ഒരു ഓഡീഷന് വരുന്ന ഒരാളുടെ 100 രൂപ വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. കാരണം ഒരു സിനിമ പ്രീ പ്രൊഡക്ഷൻ ഇരിക്കുക, അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുക, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും പരിപാടികളെല്ലാം കഴിഞ്ഞ് സിനിമ റിലീസാക്കുക എന്ന് പറയുന്നതിന് ഭയങ്കര ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ചിലവുകളൊരു പരിപാടിയാണ്. സോ ഈവൻ OTT-ക്ക് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് കുറച്ച് കൂടുതൽ തന്നെയാണ്. സോ പല ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. ഒരു ഓഡീഷന് വിളിക്കും, ഒരു 200 രൂപ 300 രൂപ ഒരാളുടെ വെച്ച് എഴുതി വാങ്ങിക്കും. ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലവിനുള്ള കാശായി. അത് കഴിഞ്ഞാൽ അത് ആ സിനിമ അവിടെ തീർന്നു. അങ്ങനെയും എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, അങ്ങനെയും ഒരുപാട് നടക്കുന്നവരുണ്ട്. സോ എൻ്റെ എന്താ പറയുക, എന്നെ പോലെ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും പോയിട്ട് ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് തല വെച്ച് കൊടുക്കരുത്. അങ്ങനെ എനിക്ക് കുറച്ച് പറ്റിയിട്ടുണ്ട്, ഒരുപാടല്ല. പക്ഷേ ഞാനത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് എനിക്കത് ക്ലിയർ ആയി. കാരണം നമ്മൾ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ പോയി ചാടുള്ളൂ. സോ അങ്ങനെയും നടക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അതൊന്നും എവിടെ എത്താൻ പോകുന്ന സിനിമയല്ല. അപ്പോൾ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, വീണ്ടും സിനിമകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അഭിനയ സമയത്ത് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരു വേളയിൽ അഭിനയത്തെ കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആക്കാൻ പറ്റുന്ന തരത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ എനിക്ക് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യും. ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഈവൻ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുക കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഓരോരുത്തരെ കാണുമ്പോൾ അവരുടെ ആ ഒരു മൂഡ് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ ഒരു ആക്ട് ലാബ് എന്ന് പറഞ്ഞൊരു ആക്ടിങ് ട്രെയിനിങ് സ്കൂളുണ്ട്. അവരുടെ ഒരു ക്യാമ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു 3 ഡേ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിലാണ് ഞാൻ അഭിനയത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ആ സംഭവം ചെയ്യുന്നത്. സോ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ബിക്കോസ് പുള്ളി അവിടെ ചെയ്തു തരുന്ന കാര്യങ്ങളിൽ, അതായത് ആക്ടിങ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരിക്കലും ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. പക്ഷേ ആക്ടിങ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ എന്താ പറയുക, കുറേ ക്ലൂസ് കിട്ടും അവിടെ നിന്ന്, നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. അതായത് ഓരോന്നിനും ഓരോ ഓപ്ഷൻസ് കിട്ടും.
അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒരുപാട്, കാരണം പുള്ളി അത് ട്രെയിൻ ചെയ്യിക്കുന്ന ആള് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. പുള്ളി ഇപ്പോഴും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടെ ഈ ദുർഗാകൃഷ്ണനൊക്കെ പുള്ളിയുടെ ക്ലബിൽ നിന്ന് വന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ തന്നെ വന്ന് നിന്ന് ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അതാണൊരു മീൻസ് ആക്ടിങ് പഠിച്ച ഒരു എക്സ്പീരിയൻസ് അതാണ്. പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് എത്തിയ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു. പിന്നെ ബോഡി ഫ്ലെക്സിബിലിറ്റി മറ്റു കാര്യങ്ങളും സപ്പോർട്ടീവ് ആകും ഉറപ്പായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്ടർ എപ്പോഴും കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കണം. ഒരിക്കലും ഒരു സ്റ്റിഫായിട്ടുള്ള ഒരാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ല പറയുന്നത്, പക്ഷെ അവർക്കത് കുറച്ച് ടഫായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ച് എല്ലാം നോക്കണം. ഇപ്പോൾ ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മളൊരു ഏറ്റവും മിനിമം എങ്കിലും അത് നോക്കണം എന്ന് എൻ്റെ കൺസെപ്റ്റാണ് കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ഇത്രയും സമയം, വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ച് നമ്മളോടൊപ്പം ചെലവഴിച്ച ബാജോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്